4 ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കാനാണ് സാധ്യത. ഇതോടെ ഉയർന്ന ചൂടിന് ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ പെയ്ത വേനൽ മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരത്ത് അജ്മൽ ദിറാറും അതുപോലെ കോഴിക്കോട് നിന്ന് ദിലീഷ തിലകനും തത്സമയം ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് അജ്മൽ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കനത്ത ചൂട് തുടരുന്നതിനിടയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ ഇന്നലെ തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും മലപ്പുറത്തും അടക്കമുള്ള ജില്ലകളിൽ ലഭിച്ച നേരിയ മഴ കടുത്ത ചൂടിനിടയിലും ചെറിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. അപ്പോഴും അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ തുടരുന്നതിനാലും അതോടൊപ്പം തന്നെ ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമുള്ളതിനാലും ആരോഗ്യവകുപ്പ് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തിനിടയിൽ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കാനും വേണ്ടി ധാരാളം വെള്ളം കുടിക്കാനും അടക്കമുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഏതായാലും ഈ കനത്ത ചൂടിനിടയിലും ഈ ഒറ്റപ്പെട്ട മഴയെങ്കിലും ലഭിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശ്വാസമേകുന്ന കാര്യമാണ്. ഇനി കോഴിക്കോട്ടേക്ക് ദിലീഷ തിലകൻ തത്സമയം ചേരുന്നു. കോഴിക്കോട് വേനൽ മഴയിൽ നാശനഷ്ടമുണ്ടായി. ദിലീഷ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ വൈകിട്ട് ഏകദേശം 4 മണിയോട് കൂടിയാണ് ചൂടിന് അല്പം ആശ്വാസമായിട്ട് മഴ പെയ്യുന്നത്. എന്നാൽ ഈ മഴ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം വടക്കൻ കേരളത്തിലുടനീളം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ദുഃഖകരമായൊരു കാര്യം, മലപ്പുറം എടവണ്ണയിൽ 65 വയസ്സുകാരി ഇടിമിന്നലേറ്റ് മരിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ കൊയിലാണ്ടിയിൽ ബൈക്ക് യാത്രക്കാരന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞ് വീണു ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. LIC ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഇതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിൽ ചിറ്റാരിപ്പറമ്പിൽ കടയുടെ മേൽക്കൂര ഒന്നാകെ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ 3 വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കോഴിക്കോടിൻ്റെ മലയോര മേഖല എന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ പോലും വ്യാപകമായിട്ട് വലിയ തോതിൽ അത് ബാധിക്കുന്ന ഒരു മേഖലയാണ് കോഴിക്കോടിൻ്റെ മലയോരം. കോഴിക്കോടിൻ്റെ മലയോരങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. നിരവധി സ്ഥലങ്ങളിൽ നഗര ഗ്രാമപ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക്, കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ റോഡിലെല്ലാം തന്നെ അതിരൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു നിന്നു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വേനൽ മഴ ഉണ്ടാകുമെന്നാണ് ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത്. വടക്കൻ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.